ഇത് നവിക്ക് ഞാൻ കൊടുത്ത സ്വർണ്ണമല്ലേന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. നവിക്ക് മുത്തശ്ശി കൊടുത്തതോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ, അവളുടെ വളകാപ്പിന് വേണ്ടിയിട്ട് ഞാൻ സമ്മാനമായി കൊടുത്ത ആഭരണങ്ങളാ. ഇതെന്തിനാ നീ കൊണ്ടുപോയെന്ന് അഭിയോട് ആദർശ് ചോദിക്കുമ്പോൾ അത് ആദർശേട്ടാ പറയടാ, എന്തിനാ ഈ സ്വർണ്ണം നീ കൊണ്ടുപോയത്? കൊള്ളാലോ, സ്വന്തം വീട്ടിൽ നിന്ന് നിന്നെ മോഷ്ടിക്കുകയാണോ? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിന്നെ വിശ്വസിച്ചെങ്ങനെ ജ്വല്ലറിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്. നിർത്ത് എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് അബിക്ക് കൊടുത്ത സ്വർണ്ണാണെന്ന് പറയുമ്പോൾ നീ അറിഞ്ഞുകൊണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും നവ്യ പറയാണ്, അതെ ഞാൻ കൊടുത്തു വിട്ടതാ. എന്റെ സ്വർണം വളകാപ്പിന് വേണ്ടിയിട്ട് മുത്തശ്ശി തന്നപ്പോൾ അതൊന്ന് പോളിഷ് ചെയ്തേക്കാമെന്ന് കരുതിയിട്ട് എന്റെ ഭർത്താവിന്റെ കയ്യിൽ ഞാൻ കൊടുത്തു വിട്ടതാ. അതിന് ഇത്രമാത്രം ആദർശേട്ടൻ പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? എന്റെ ഭർത്താവല്ലേ കൊണ്ടുപോയതെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, അവനത് ഒളിപ്പിച്ച് പിടിച്ചോണ്ട് പോയത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. അത് ഒളിപ്പിച്ചു കൊണ്ടുപോയപ്പോ തന്നെ നിങ്ങളുടെയൊക്കെ ചോദ്യം ഇങ്ങനെയല്ലേ? ഇനി ഒളിപ്പിച്ചും കൂടെ പോയാൽ എങ്ങനെയായിരിക്കും ഓർത്തിട്ടാ അബി അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നു. ഇവിടെ എന്താര് ചെയ്താലും അബീനെ കുറ്റപ്പെടുത്തിയതല്ലേ ഉള്ളൂ എല്ലാരും, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയാണ്, അതെന്തായാലും ഉള്ളു പറഞ്ഞ ശരിയാ, ഇവിടെ എന്ത് സംഭവിച്ചാലും അബിയെ എല്ലാരും കുറ്റം പറഞ്ഞ് പറയുമ്പോഴേക്കും മുത്തച്ഛൻ പറയുന്നുണ്ട്, അവൻ ചെയ്തിട്ട് ഞാൻ കുറ്റം പറഞ്ഞേ, അല്ലാതെ വെറുതെ ഒന്നുമല്ല. എല്ലാരും കൂടി ഒരാളെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് എന്ന് നീ എന്തുകൊണ്ടാ ചിന്തിക്കാത്തതെന്ന് അബിയോട് ചോദിക്കുന്നുണ്ട്. സോറി, ജലജയോട് മുത്തച്ഛൻ ചോദിക്കുകയാണ്. ആദർശ് പറയുന്നുണ്ട്, സ്വർണ്ണ ഇങ്ങിത്താ ഞാൻ കൊണ്ട് പോളിഷ് ചെയ്തിട്ട് കൊണ്ടുവരാമെന്ന് പറയുമ്പോഴേക്കും നവ്യ ചോദിക്കാണ്, അതിന്റെ ആവശ്യം എന്താ? എന്റെ ഭർത്താവ് ഇവിടെ ഉണ്ടല്ലോ, അഭി കൊണ്ടുപോയിക്കോളും. അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സ്വർണം പോളിഷ് ചെയ്ത് വേണ്ട. ആദിശേട്ടന് ഒരു വിചാരമുണ്ട്, എല്ലായിടത്തെയും മുതലാളി ഞാനാണ്, ഈ വീട്ടിലെ സർവാധികാരി ഞാനാണെന്നൊക്കെ തോന്നല് ആദിശേട്ടന്റെ മനസ്സിലുണ്ട്. അഭിയോടും എന്നോടും അത് വേണ്ട എന്ന് നവ്യ ദേഷ്യപ്പെട്ട് പറയാണ്. അപ്പോഴേക്കും ദേവേനി, നീ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? ശരി തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ മകന് മാത്രമല്ലല്ലോ ഈ വീട്ടിൽ ബാക്കി എല്ലാവർക്കും സ്ഥാനം ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല, എല്ലാ സ്ഥാനവും ആദർശന് മാത്ര. അഭിയേട്ടനോട് എല്ലാവർക്കും എപ്പോഴും ദേഷ്യവും വെറുപ്പും മാത്ര. അദ്ദേഹം എന്ത് ചെയ്താലും ആർക്കൊന്നും കാണുക പോലും വേണ്ട. എന്നോ ഒരിക്കൽ ഒരു തെറ്റ് ചെയ്തു, അത് ശരിയാ എന്നും പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെയാണോ, എപ്പോഴും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വാ അബി എന്റെ സ്വർണ്ണം ഒന്ന് പോളിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിയെ വിളിച്ചുകൊണ്ട് മുകളിലോട്ട് കയറി പോന്നു. അപ്പോഴേക്കും നയന മനസ്സിൽ കരുതാണ്, ഇത് ശരിക്കും നവ്യ അവനെ രക്ഷിച്ചത് തന്നെയാണെന്ന് അവള് മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പോഴേക്കും മുറിയിൽ വന്നിട്ട് നവ്യ ചോദിക്കുകയാണ്, നിങ്ങക്ക് നാണമുണ്ടോ ഈ സ്വർണം പണയം വെക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട്? അപ്പോഴേക്കും അബി പറയാണ്, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ആവശ്യമുണ്ടെന്ന്, ഭർത്താവിന്റെ ആവശ്യഘട്ടത്തിൽ സ്വർണം സഹായിക്കേണ്ടതൊക്കെ ഭാര്യയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് നിന്റെ സ്വർണ്ണമൊന്നല്ലോ, മുത്തശ്ശി എന്ന സ്വർണ്ണമല്ലേ? അപ്പോഴേക്കും നവി പറയാണ്, അതെ മുത്തശ്ശി എനിക്കെന്ന സ്വർണ്ണം, അല്ലാതെ നിങ്ങൾക്കെന്ന സ്വർണ്ണമല്ല. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, നീ എങ്കിൽ ആ സ്വർണ്ണം കിട്ടാ ഞാൻ കൊണ്ട് പണയം വെക്കാം, എനിക്ക് ക്യാഷിനെ കുറിച്ച് അത്യാവശ്യം ഉണ്ടെന്ന് പറയുമ്പോൾ നവി പറയാണ്, ഇനി എന്തായാലും 3-4 ദിവസം കൂടെ ഉള്ളൂ വളകാപ്പിന്, അതിനുള്ളിൽ നിനക്ക് എന്തായാലും ഈ സ്വർണ്ണം കിടത്താൻ കഴിയില്ല, അതുകൊണ്ട് ഈ സ്വർണ്ണം ഇവിടെ തന്നെ ഇരിക്കട്ടെ. മുത്തശ്ശി എങ്ങനെ അറിഞ്ഞ പിന്നെ അത് മതിയുടെ ബഹളത്തിന്, ഇപ്പോൾ തന്നെ നിന്നെ രക്ഷിച്ചത് ഞാനാ, അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, നല്ല ഓർമ്മ, നീ എന്നെ തലയിലായോ അന്ന് തൊട്ട് തുടങ്ങി എന്റെ കഷ്ടപ്പാടെന്നൊക്കെ അബി പറയുമ്പോഴേക്കും നബി പറയാണ്, ഞാൻ മര്യാദയ്ക്ക് അന്ന് ആദർശിനെ കിട്ടി സുഖമായിട്ട് ജീവിച്ചേനെ, അതിനിടയിൽ കയറി തിരിപ്പുണ്ടാക്കി ഇത്രയും പ്രശ്നങ്ങളാക്കിയത് നിങ്ങൾ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് എന്റെ ഒരു കഷ്ടകാല സമയമാണെന്നും പറഞ്ഞിട്ട് അബി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പിന്നെ കാണിക്കുന്നത് ജലജ ഇങ്ങനെ പോപ്കോൺ ഒക്കെ കഴിച്ചുകൊണ്ട് അവർ നടന്നു വരികയാണ്. അപ്പോഴേക്കും കനകം പറയാണ്, ഓ 24 മണിക്കൂറും തീറ്റ, ഇത് മാത്രമേ ഉള്ളൂ ഇവരുടെ പണി, എന്റെ മക്കളെ കുറ്റം പറയാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നടക്കുകയല്ലേ, ഇവരാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ജലജ മുറിലേക്ക് വരുമ്പം ഇവരിങ്ങനെ കനക ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഒളിച്ചിരുന്നിട്ട് അവർ ആ കട്ടിലേക്ക് വന്ന് ഇരുന്ന ഉടനെ അമ്മേ എന്നും പറഞ്ഞ് കാറുന്നുണ്ട്. പെട്ടെന്നൊരു പോപ്കോൺ എല്ലാം താഴെ പോവാണ്. എന്താടി നീ കാണിക്കുന്നത് ചോദിച്ചപ്പോ ഞാനിവിടെ യോഗ ചെയ്യായിരുന്നു, അറിയാതെ കാറിപ്പോയതാ, സോറി എന്ന് പറയുമ്പോഴേക്കും എന്ത് സോറി, എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ, നിനക്കൊക്കെ എന്തിന്റെ സോക്കേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഫുഡ് കഴിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും കനകം പറയാണ്, നമ്മളെല്ലാരും ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഇപ്പോഴല്ലേ ഫുഡ് കഴിച്ചത്, അതിനു മുമ്പ് പിന്നെ ഫുഡ് കഴിക്കാണോ, ഇങ്ങനൊന്നും ഫുഡ് കഴിച്ചൂടാ, ഇതൊക്കെ പാടാ, വയറൊക്കെ ഇടാം എന്നൊക്കെ പറയാണ്. നീ പോടി, നീ നിന്റെ ഒരു ഉപദേശവും മര്യാദയ്ക്ക് എന്റെ അടുത്ത് മാറി പോകാൻ നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞ് ജയജ് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശാണെങ്കിൽ റൂമിൽ ഇരുന്ന് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വെള്ളവുമായിട്ട് നയന വരുന്നുണ്ട്. വന്നതിന് ശേഷം അവള് വെള്ളം കൊണ്ട് വെച്ചിട്ട് ഡോർ അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് നല്ല നടുവേദനയൊക്കെ ഉണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാ, തിരുമ്മി പോലും തരരുത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ മാത്രം ഞാൻ തിരുമ്മി തരുമല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഓഹോ അതാണോ ഇത്ര വലിയ കാര്യം, നിനക്ക് നിന്റെ ചേച്ചിക്കൊക്കെ ഒരാപത്ത് വന്നപ്പോ ജീവൻ പോലും പണയം വെച്ച്
ഞാൻ ചെയ്തു തന്നിട്ടില്ലേ, അപ്പോ ഒന്ന് തിരുമ്മിയതാണോ, നിനക്ക് എത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കാണ്. നിനക്കിപ്പോ എന്താ തിരുമ്മി തരണം ചോദിക്കുമ്പോൾ അതെ ദാ ആ കബോർഡിനുള്ളില് ഓയിൽമെന്റ് ഉണ്ടെന്ന് തിരുമ്മി തരുമെന്ന് ചോദിക്കാണ്. ആ തരാന്നും പറഞ്ഞിട്ട് ആദർശ് ഓയിൽമെന്റ് എടുക്കാണ്. അല്ല എവിടെ തിരുമണ്ടെന്ന് ചോദിക്കുമ്പോൾ നയന അവളുടെ ഇടുപ്പ് കാണിച്ചിട്ട് ദാ ഇവിടെയാണെന്ന് പറയുമ്പോൾ ഇവിടെയോ, ഞാൻ തന്നെ തിരുമണോ എന്ന് ചോദിക്കുമ്പോഴേക്കും വേണ്ട ഞാൻ തിരുമ്മിക്കോളാം ഇങ്ങി തന്നേക്കെന്ന് പറയുമ്പോൾ അല്ല വേണ്ട ഞാൻ തന്നെ തിരുമ്മി തരാന്ന് പറഞ്ഞിട്ട് ആദർശ് കണ്ണടച്ച് നയനയുടെ ഇടുപ്പില് ബാമിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന മനസ്സിലാലോചിക്കാണ്, മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞ പോലെ പോകെ പോകെ എല്ലാം ശരിയായിക്കൊള്ളായിരിക്കും, പതിയെ പതിയെ എന്നെ സ്നേഹിക്കുമായിരിക്കും എന്നൊക്കെ നയന മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ്, മതിയോ, വേദന മാറിയോ എന്ന് ചോദിക്കുമ്പം ബാമിന് നല്ല നീറ്റിലുള്ളതുകൊണ്ട് നല്ല പുകച്ചിലുണ്ടെന്ന് പറയാണ്. അപ്പൊ വേദന പോയില്ലെന്ന് ചോദിക്കുമ്പം വേദനയൊക്കെ പോയി, നല്ല ആശ്വാസമുണ്ട് ആദർശേട്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ജലജ ഓർക്കാണ്, ഇന്നലെ എന്റെ സാരിയൊക്കെ എടുത്ത് പുതച്ചില്ലേ, നിനക്കിട്ട് നല്ലൊരു പണി തരുന്നുണ്ട്, നീ സാരി ഒന്നും ഉടുത്ത് ഉറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ജലജയാണെങ്കിലോ ഒരു കത്രിക എടുത്തിട്ട് വന്നിട്ട് കനകം കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവളുടെ സാരി എടുത്തിട്ട് കത്രികയും കണ്ടിട്ട് ആ സാരി മുറിച്ച് കണ്ടിച്ച് കളയുന്നുണ്ട് കേട്ടോ. കനകത്തിന് എല്ലാ സാരിയും കണ്ടിച്ച് കളഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ ആ ബാഗ് അതേ സ്ഥലത്ത് തന്നെ കൊണ്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ക്രീം എടുത്ത് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ബാത്റൂമിൽ പോയിട്ട് തിരിച്ചിരുന്നിട്ട് കനകം, എന്നിട്ട് എനിക്കൂടെ ഈ ക്രീം വെച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും നീ എന്താ വിചാരിച്ചേ, ഇതിന്റെ വില എത്ര നിനക്ക് അറിയാവോ, നിന്നെ പോലെ ലോ ക്ലാസ് പീപ്പിൾസ് ഒന്നും ഉപയോഗിക്കാനല്ല, ഇതൊക്കെ ഹൈ റേഞ്ചിലുള്ളവർക്ക് ഉപയോഗിക്കാനാ. അപ്പോഴേക്കും നിങ്ങൾക്ക് വന്നപ്പോ തൊട്ട് പറയുന്നുണ്ടല്ലോ ഞാൻ കുടിസിലാന്ന്. അതെ, ഞങ്ങൾ ഇവിടെ കുടിസൊന്നും അല്ല, അത്യാവശ്യം എല്ലാ സൗകര്യം ഞങ്ങൾ വീട്ടിലുണ്ട്, ഇതുപോലത്തെ ബെഡിൽ തന്നെയാ ഞങ്ങളും കിടന്നുറങ്ങുന്നത്. പിന്നെ എന്റെ നവ്യമോള് ചെറുപ്പകാലം തൊട്ട് തന്നെ അവൾ ഇതുപോലത്തെ ക്രീംസ് എല്ലാം മേടിച്ച് തേക്കുന്നുണ്ട്, ഞങ്ങളും ഇതൊക്കെ കണ്ടു തന്നെ വളർന്നു കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടായിരിക്കുമല്ലോ നിന്റെ മോൾ ഇപ്പോഴും ഇവിടെ വന്നിട്ട് ഓൺലൈനായിട്ടല്ല ഓർഡർ ചെയ്യുന്നത്, അതിന്റെ ക്യാഷ് എന്റെ മകൻ തന്നെയല്ലേ കൊടുക്കുന്നത്, എനിക്ക് ഇച്ചിരി താന്നേ എന്ന് പറയുമ്പോൾ തരില്ല എന്ന് പറയുന്നതാണ്. ഹോ, എന്തൊരു മനുഷ്യ സ്ത്രീ, അത് ഇച്ചിരി ക്രീമല്ലേ ചോദിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ദേഷ്യപ്പെട്ടിട്ട് പോയിട്ട് അവളുടെ ബാഗ് തുറന്ന് സാരി എടുക്കുന്നുണ്ട്. സാരി എടുക്കുന്ന സമയത്താണ് അത് കീറി വെച്ചിരിക്കുന്നത് കാണുന്നത്. ഈശ്വര, ഇതെന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ചോദിക്കാണ്. അപ്പോഴേക്കും ജലജ പറയാണ്, എലി വല്ലതും കറണ്ടതായിരിക്കും, ഇവിടെ ഭയങ്കര എലി ശല്യവ എന്ന് പറയുന്നു. അപ്പോഴേക്കും കനക മനസ്സിൽ കരുതാണ്, ഇത് കണ്ടിച്ച് എലി ആരാന്ന് എനിക്ക് മനസ്സിലായി, നീ മനഃപൂർവ്വം എന്നെ ചതിച്ചതാണല്ലേ എന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട്. അപ്പൊ ജലജ, നീ കൊണ്ടുവന്നപ്പോളെ സാരി ഞാൻ കീറിയിരുന്നായിരിക്കും, എന്നിട്ട് ഇവിടെ വന്ന് അതൊക്കെ പറഞ്ഞ് സെന്റിമെന്റ്സ് അടിച്ചാ ആൾക്കാർ വേറെ സാരി മേടിച്ചു തരുമല്ലോ, അതൊക്കെ ഓർത്തായിരിക്കും, നാണം കെട്ട വർഗ്ഗങ്ങള്, നിന്റെ ഇതേ കള്ളത്തരവാ നിന്റെ മക്കൾക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവള് വന്നിട്ട്, മേലാൽ എന്റെ മക്കൾ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ ഞാൻ നിന്നെ ശരിയാക്കും, എന്റെ മക്കളെ എന്തിനാ നീ എപ്പോഴും ഉപദ്രവിക്കുന്നത്, നിങ്ങൾ ഒറ്റ ഒരുത്തിട്ട് നാക്കാ ഈ വീട് ഇതുപോലെ നശിച്ചു പോകുന്നത്, നിങ്ങൾ ഒരുത്തി അടങ്ങിയിരുന്നാണ്ടല്ലോ ഈ കുടുംബം ആകെ നന്നാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താടി നീ പറഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട് ജലജ നേരെ ഇറങ്ങി എണീച്ച് വരുമ്പോഴേക്കും ആ കനകം പേടിച്ച് മാറാണ്. നീ എന്തായി പറഞ്ഞത്, ഞാനൊരുത്തിയാണെന്നോ, നിന്റെ മക്കൾ വന്നേ പിന്നെ ഇവിടെ ഇങ്ങനെ നശിച്ചത്. അപ്പോഴേക്കും കനകം പറയുന്നുണ്ട്, അറിയാം ഈ തറവാട്ടില് എന്റെ മക്കൾ വരുന്നതിന് മുമ്പുള്ള അവസ്ഥയെ നീ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് അറിഞ്ഞതാ എന്ന് കനകം പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയണം, നിന്നെ കാണിച്ചടി, നിന്നെ അധികം നാളെ അവിടെ നിർത്തില്ലടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും കനകം പറയുന്നുണ്ട്, നിങ്ങൾ പോകാൻ പറഞ്ഞൊന്നും ഞാൻ പോവില്ല, കാരണം എന്നിട്ട് പിടിച്ചു നിർത്തിയതാ, ഇതിലെ സ്വർഗം തന്നെയാ എന്റെ വീട് ചെറുതാണെങ്കിലും അതിൽ സമാധാനമുണ്ട്, ഇതുപോലൊന്നും അല്ല, ഏത് നേരം അടിയും വഴക്കും കുത്തിത്തിരിപ്പും ഒന്നും എന്റെ വീട്ടിലില്ല, സമാധാനമുള്ള വീടാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അങ്കി പിന്നെ പോയിക്കൂടാന്ന് ചോദിച്ചപ്പോ മുത്തശ്ശനെ പിടിച്ചു നിർത്തിയതല്ലേ, അല്ലാതെ എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ സാരി പോയ വിഷമത്തില് കനകം കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ.